പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിൻ്റെ ആഴ്ചകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകരക്ഷകനെ എതിരേൽക്കുവാനായിട്ട് ഞാനും നിങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. നോമ്പെടുത്തും കുർബാനയെ സംബന്ധിച്ചും പല ഭക്തി അഭ്യാസങ്ങളിലൂടെ നമ്മൾ മുന്നേറുകയാണ്. പല തിരക്കുകളിൽ നിന്നും മാറി ഒത്തിരി പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് അല്ലാ, സർവ്വമയർത്തി ഹല്ലേലൂയ. ഇടവകകളും രൂപതകളും കുടുംബങ്ങളും എല്ലാം അതിൻ്റെ ഒരുക്കത്തിലാണ്. വീടുകളിലൊക്കെ നക്ഷത്രങ്ങളൊക്കെ സ്ഥാപിച്ചു. കുട്ടികളുടെ മനസ്സിൽ പുൽക്കൂടിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി. ക്രിസ്മസ് പാതിരായിലെ കുർബാനയും പിറവിയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ജീവിതത്തെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്നാപകയോഹന്നാൻ്റെ ജനനത്തെപ്പറ്റി നമ്മളവിടെ കാണുന്നുണ്ട്. സ്നാപകയോഹന്നാൻ്റെ ജനനം 5 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുക. ഞാനൊന്ന് വായിക്കാം. ഹെരോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. പ്രൈസ് അല്ലാ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഈ സക്കറിയായെ പറ്റിയും എലിസബത്തിനെ പറ്റിയും ബൈബിൾ പറയുന്ന 2-3 കാര്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, പുരോഹിതനായിരുന്നു സക്കറിയ. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബം നീതിനിഷ്ഠയുള്ള കുടുംബമായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. ആരുടെ കുടുംബം? സക്കറിയായുടെ കുടുംബം. പ്രിയമുള്ളവരുടെ, ആ കുടുംബത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകിയില്ല. ഹല്ലേലൂയ. ഓക്കെ, എല്ലാ മേഖലയിലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നിത്യനിഷ്ഠമായ ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന 2 ജീവിതങ്ങൾ, പുരോഹിതനായ സക്കറിയ, സമൂഹത്തിൽ നല്ല സ്ഥാനം, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകിയില്ല, മക്കളുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ്. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു. പ്രൈസ് അല്ലാ. കുറേ വർഷങ്ങൾ അവർ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഒക്കെ ആയിട്ട് കടന്നുപോയി കാണും, നമ്മളെ പോലെയൊക്കെ. ബൈബിൾ പറയുകയാണ്, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ഹല്ലേലൂയ. പ്രധാന ബലിപീഠത്തിൽ കയറി ധൂപം അർപ്പിക്കാനുള്ള കുറി സക്കറിയായ്ക്ക് വീഴുക. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. സക്കറിയ ധൂപം അർപ്പിക്കുകയാണ്. സമൂഹം മുഴുവനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് സക്കറിയയുടെ ഉള്ളിൽ ഒരു ദുഃഖം കിടപ്പുണ്ട്. എന്താണ് ദുഃഖം? എന്താണ് ദുഃഖം? ഒരു കുഞ്ഞില്ല. താൻ ഈ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സക്കറിയ വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ ആ നിയോഗത്തോടു കൂടിയും ജനത്തിൻ്റെ ഭാവങ്ങളും ഭാരങ്ങളും എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് സക്കറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, ഒരു ദൂതൻ ബലിപീഠത്തിന് സമീപത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലെ, ഇന്ന് ഈ ആലയത്തിൽ നീ വന്നിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ കണ്ണുനീരോടും വിലാപത്തോടും കൂടി ഈ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരുന്നുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു സത്യമുണ്ട്. എവിടെയെല്ലാം പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ദൂതൻ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയെല്ലാം പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ദൂതൻ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ബൈബിൾ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ സത്യം? പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ പറ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. വിശ്വസിക്കുന്നുവോ? ഞാൻ പോവാ. ചത്ത വിശ്വാസം. വിശ്വസിക്കുന്നുവോ?
പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. സക്രിയ പ്രാർത്ഥിക്കുകയാണ്. ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരികയാണ്. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൂതൻ പറയുകയാണ്, സക്രിയ, ദൂതനെ കണ്ടപ്പോൾ സക്രിയ ഒത്തിരി ഏറെ ഭയപ്പെട്ടു. അങ്ങനെ ഭയത്തോടു കൂടി വിറയലോടുകൂടി ദൂതന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ സക്രിയയോട് പറയുകയാണ്, സക്രിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൂതൻ അറിയിച്ചത്. എന്താണ് അറിയിച്ചത്? നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് വലിയ സന്തുഷ്ടിയും ഉണ്ടാകും. ഹല്ലേലൂയ. പറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ദൂതൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇനി വീഞ്ഞോ ലഹരിയുള്ളതൊന്നും അവൻ ഉപയോഗിക്കുകയില്ല. പിന്നെ ജനിക്കാൻ പോകുന്ന ശിശുവിനെ പറ്റിയുള്ള കുറേ പരാമർശങ്ങളൊക്കെ ദൂതൻ അവിടെ നടത്തുകയാണ്. കുറേ നേരം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. സക്രിയ ദൂതനോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വശത്ത് സക്രിയ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പറ. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറുവശത്ത് വേറൊരു ചിന്ത സക്രിയയെ അലട്ടി. എന്താണ് ചിന്ത? എലിസബത്ത് വന്ധ്യയാണ് എന്നുള്ളത് ബൈബിൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പണ്ടേ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എലിസബത്ത് വന്ധ്യയാണ്, അതുകൊണ്ട് ഇനി കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി കുഞ്ഞുണ്ടാകാൻ ദൈവം അങ്ങ് ഇടപെട്ടാൽ പോലും ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പ്രായം അധികമായിരിക്കുകയാണ്. രണ്ടുപേർക്കും പ്രായം കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഒരു വശത്ത് കുഞ്ഞിന് വേണ്ടി സക്രിയ പ്രാർത്ഥിക്കുമ്പോൾ, നീതിമാനായ സക്രിയ പ്രാർത്ഥിക്കുമ്പോൾ, മറുവശത്ത് മറ്റൊരു ചിന്ത സക്രിയയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ തനിക്ക് എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുക? സക്രിയ ഒത്തിരിയേറെ അസ്വസ്ഥനാകുന്നു നമ്മളവിടെ കാണുകയാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ കാണുന്നത് സക്രിയ അവിടെ മൂകനായി തീരുന്ന ഒരു രംഗമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് മൂകത കടന്നു വരുന്നതെന്ന് അറിയാമോ? ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വശത്തോടെ അച്ഛൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ചില സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു, അവരങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, ഇതെല്ലാം കാണുമ്പോഴും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും ഒരു മൂകത നമ്മളെ ഭരിക്കുന്നുണ്ട്. അതെന്തിൻ്റെ മൂകതയാണെന്നറിയാമോ? എന്തിൻ്റെ മൂകതയാ? അവിശ്വാസത്തിൻ്റെ ഒരു മൂകതയാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 40 ലക്ഷം രൂപ കടവുണ്ട്. അതിപ്പോൾ എങ്ങനെ വീടും? ഒന്നെങ്കിൽ 2 ഏക്കർ സ്ഥലമുണ്ട്, അത് വിൽക്കാതെ അത് വീടില്ല. അവിടെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് വിൽക്കാതെ ആ കടം വീടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മെഡിക്കൽ സയൻസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, പലവട്ടം പല ഹോസ്പിറ്റലിൽ നിന്ന്. അതുകൊണ്ട് നോർമൽ രീതിയിൽ ഇനിയൊരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മൂകരായി തീരുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതിരം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നീട് നമ്മൾ കാണുന്നത് സക്രിയ മൂകനായി തീരുന്നതാ. സക്രിയ അത് കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സക്രിയയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവൻ ആംഗ്യങ്ങൾ കാണിച്ചു. എന്തോ ഒരു ദൈവത്തിൻ്റെ വെളിപാടുണ്ടായി എന്ന് ജനം മനസ്സിലാക്കി. അങ്ങനെ ആ ദേവാലയത്തിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് സക്രിയയും എലിസബത്ത് ഭവനത്തിലേക്ക് പോയി. അധികം താമസിക്കാതെ എലിസബത്ത് ഗർഭിണിയായി. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് എന്ത് പേരിടണം എന്നുള്ളതായി ഒരു ചർച്ച. അവസാനം ഒരു തീരുമാനം വന്നു. എന്താണ്? യോഹന്നാൻ എന്ന് പേരിടണം. വീണ്ടും കുടുംബത്തിൽ തർക്കമുണ്ടായി. കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഒരു പേരില്ല. എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടണം. അങ്ങനെ കുടുംബത്തിൽ തറവാട്ടിൽ അങ്ങനെ ഒരു പേരില്ല.
അപ്പോൾ അപ്പനോട് ചോദിക്കാം. പക്ഷെ അപ്പൻ എന്താ പ്രശ്നം? ഊമനാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എഴുത്തുപലക കൊണ്ടുവന്നു. കുട്ടിക്ക് എന്താണ് പേരിടേണ്ടതെന്ന് ചോദിച്ചു. പേര് എഴുതി കാണിച്ചു, യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തപ്പോൾ അവൻ്റെ മൂകത മാറ്റപ്പെടുകയാണ്. ദൈവം പറഞ്ഞ കാര്യം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂകത മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഇതുപോലുള്ള മൂകതകൾ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഒരു വശത്ത് വിശ്വാസത്തിൻ്റെ വലിയ ആഴത്തെപ്പറ്റി നമ്മൾ പറയുമ്പോഴും, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ മുങ്ങിത്താഴുമ്പോഴും, അവിശ്വാസത്തിൻ്റെ ചില മേഖലകൾ എന്നെ നിങ്ങളെയും ഭരിച്ചാൽ ഞാനും നിങ്ങളും മൂകരായിത്തീരും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്ത കാര്യം, ദൈവം അരുളി ചെയ്ത കാര്യം സംഭവിക്കുവോളം സക്കറിയ മൂകനായി തീർന്നു. യേശുവേ നന്ദി, പറഞ്ഞേ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഒരിക്കലും സക്കറിയയുടെ ജീവിതത്തിൽ ഈ മൂകത കടന്നു വരാൻ സാധ്യതയില്ലായിരുന്നു. എപ്പോൾ? എന്തു ചെയ്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് നിനക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് അറിയിച്ചപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ അതേപടി അങ്ങ് ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സക്കറിയയുടെ ജീവിതത്തിൽ ഈ മൂകത കടന്നു വരികയില്ലായിരുന്നു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവിശ്വാസത്തിൻ്റെ ചിന്ത കടന്നു വരരുത്. ഒരു ചിന്തയുണ്ടാകണം, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിനക്ക് ഐശ്വര്യം നൽകുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല, ഐശ്വര്യം ദൈവം നൽകും. ഞാൻ നിനക്ക് വിജയം നൽകുന്ന കർത്താവാണെന്ന് അവിടുന്ന് പറഞ്ഞെങ്കിൽ ദൈവം എനിക്ക് വിജയം നൽകും. അങ്ങ് വിശ്വസിക്കണം, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചിന്തിക്കരുത്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി. ഇന്ന് ഏത് നിയോഗത്തോടു കൂടിയാണോ ഈ ധ്യാന കേന്ദ്രത്തിലായിരിക്കുന്നത്, ആ നിയോഗം ഒരിക്കൽ കൂടി സമർപ്പിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീ നോക്കരുത്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. പള്ളി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതെ പോകുകയില്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്റെ മൂകത മാറ. നിന്റെ കുടുംബം ഒരുപക്ഷെ കുറേ നാളുകളായിട്ട്, കുറേ മാസങ്ങളായിട്ട് വലിയ മൂകതയിലായിരുന്നിരിക്കാം. നിന്റെ ജീവിതം മൂകതയിലായിരുന്നിരിക്കാം. നിന്റെ കുടുംബാംഗങ്ങൾ മൂകതയിലായിരുന്നിരിക്കാം. നിന്റെ മൂകത മാറ്റാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങളെ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി, ഹൃദയം തുറന്ന് ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ചങ്ക പൊട്ടി വിളിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ മൂകനായിരുന്ന വേറൊരു വ്യക്തിയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ വ്യക്തിയാണ് ആര്? സക്കറിയ. വേറൊരു വ്യക്തിയും കൂടി ബൈബിൾ മൂകനായിരുന്നു എന്നതിനെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. അത് വേറൊരു ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. അത് ജോബിൻ്റെ ജീവിതത്തിലാണ് നമ്മൾ കാണുക. നമുക്ക് ജോബിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജോബിൻ്റെ ജീവിതം മുഴുവനും നമുക്കറിയാവുന്ന കാര്യമാണ്. ജോബിനെ പറ്റിയും ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്. ജോബ് ആരായിരുന്നു എന്ന് പറയുക? ജോബ് നീതിമാനായിരുന്നു. ജോബ് നീതിമാനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കറയറ്റ വിധം ജീവിച്ച ഒരു കുടുംബമായിരുന്നു ജോബിൻ്റെ കുടുംബം. ഇനി മക്കളെല്ലാം ആ ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ജോബ് നീതിമാനായിരുന്നു. മക്കളൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം വരെ തോന്നിയിട്ട് ജോബ് ഒത്തിരിയേറെ ആത്മീയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ജീവിതമൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന നാളുകളിലാണ് ജോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തകർച്ച ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ സംഭവം നമുക്കറിയാവുന്നതാണ്. ഒരു ദിവസം ദൈവദൂതന്മാരോടൊപ്പം പിശാചുകളും ദൈവസന്നിധിയിൽ ചെന്നു. ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരികയാണ്? ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. എൻ്റെ മകൻ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് വിശേഷം? അവൻ വളരെ സന്തോഷവാനായിട്ട് കഴിയുകയല്ലേ. നീ എല്ലാം കൊടുത്തിരിക്കുമല്ലേ, പിന്നെ അവനെങ്ങനെ ഇങ്ങനെ സന്തോഷത്തിൻ്റെ കുറവ്? എന്തെങ്കിലുമൊക്കെ കുറവ് കൊടുത്താലല്ലേ അവന് എൻ്റെ പക്ഷത്തേക്ക് കിട്ടുകയുള്ളൂ.
അവന് ഒരു കുറവുമില്ല, അവൻ സന്തോഷമായിട്ട് കഴിയുകയാണ്. അവൻ്റെ സ്വത്ത്, അവൻ്റെ സമ്പാദ്യങ്ങളിലൊക്കെ ഒന്ന് തൊടണം, അപ്പോൾ അറിയാം അവൻ്റെ യഥാർത്ഥ വിശ്വാസം. സാത്താൻ കടന്നങ്ങ് തർക്കിക്കുകയാണ്. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്തോ, അതൊക്കെ നീ അങ്ങോട്ടോളം പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ജോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി സമ്പത്തുകൾ നശിക്കുന്നതാണ്. കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതാണ്. ആട്ടുംകൂട്ടം ആലയിൽ ചത്തൊടുങ്ങുന്നത് നമ്മൾ കാണുകയാണ്. നാളുകൾ കഴിഞ്ഞു, ജോബിൻ്റെ മക്കൾ മരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ ജോബിൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രമയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ബൈബിൾ പറയുകയാണ്, ജോബിൻ്റെ ദുരിതം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബൈബിൾ ജോബിൻ്റെ ദുരിതത്തെ പറ്റി ഇങ്ങനെയാണ് പറയുക. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് കാണുക: ജോബിൻ്റെ ദുഃഖങ്ങൾ പരിശോധിക്കുകയായിരുന്നെങ്കിൽ, അളക്കുകയായിരുന്നെങ്കിൽ കടൽ തീരത്തെ മണൽത്തരികളെക്കാൾ ഭാരമുണ്ടായിരുന്നു ജോബിൻ്റെ ദുഃഖത്തിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോബിൻ്റെ ദുഃഖത്തിൻ്റെ ഭാരം എത്രയാ? കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമുണ്ടായിരുന്നു ജോബിൻ്റെ ദുഃഖത്തിന്. ആ കടൽ തീരം ഒന്ന് ഭാവനയിൽ നിന്ന് കണ്ടേ, അതിൻ്റെ ഭാരം ഒന്ന് തൂക്കി നോക്കിക്കുകയും മനസ്സുകൊണ്ടും തൂക്കി നോക്കിക്കുകയും തൂങ്ങുമോ? നമ്മുടെ മനസ്സിൽ പോലും അത് തൂങ്ങില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടൽ തീരത്തെ മണലിൻ്റെ ഭാരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എത്രയാണെന്ന്. ഒരു മനുഷ്യനും അത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ എത്ര ചിന്തിച്ചാലും നമ്മുടെ ബുദ്ധിയിൽ അത്, നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഭാരം ഒന്ന് അളന്നു തിട്ടപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ബൈബിൾ പറയുകയാണ്, ജോബിൻ്റെ ദുഃഖം അളക്കുകയായിരുന്നെങ്കിൽ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമുണ്ടായിരുന്നു. അത്രമാത്രം ജോബ് ദുഃഖത്തിലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജോബിൻ്റെ ശരീരത്തെ സാത്താൻ കൈവെക്കുന്നതാണ്. അവൻ്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞു. ചാരത്തിലിരുന്ന് റോഡിൻ്റെ കഷ്ടപ്പെടുത്ത് ശരീരത്തിൻ്റെ മുറിവിൻ്റെ ചെതുമ്പുരകൾ അവനിങ്ങനെ കിള്ളി പൊളിച്ചുകൊണ്ടിരുന്നു. ശരീരം മുഴുവനും വ്രണങ്ങളെ നിറഞ്ഞു. സ്വത്തുക്കളും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ കുറ്റപ്പെടുത്താൻ തുടങ്ങി, ബന്ധുക്കളെ സുഹൃത്തുക്കളൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, നീ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാ, കുറച്ചൊക്കെ അനുഭവിച്ചോളാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ ഭയങ്കര നീതിമാനാണെന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ? നീ ചെയ്ത, നിന്റെ കാർന്നവന്മാർ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാ. അവരൊക്കെ കുറേ കുറ്റപ്പെടുത്തലും കുറേ പരാതികളുമായിട്ടൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങ് പോയി. ജോബിന് തോന്നി, താൻ അത്ര വലിയ തെറ്റുകാരൊന്നുമല്ല, താൻ അങ്ങനെ മോശമായിട്ട് ജീവിച്ച വ്യക്തിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദുരിതങ്ങൾ പെയ്തിറങ്ങുവാൻ മാത്രം താൻ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ ഒരു പുതിയ ഒരു വ്യക്തിയെ ജോബിൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. ഏലിഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 32-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളാണത്. 32-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ജോബിനെ താൻ നീതിമാനാണെന്ന് തോന്നിയത് കൊണ്ട് ഈ 3 പേരും തങ്ങളുടെ വാദം മതിയാക്കി. റാം കുടുംബത്തിൽപ്പെട്ട ബുസൂന്യനായ ബറാഖേലിന്റെ പുത്രൻ എലീഹു കോപിഷ്ഠനായി. ദൈവത്തെക്കാൾ തന്നെ നീതീകരിച്ചതുകൊണ്ട് ജോബിന് നേരെ അവന്റെ കോപം വർദ്ധിച്ചു. ഒരു മിനിറ്റ്. റാം കുടുംബത്തിൽപ്പെട്ട ബെസ്യോനായ ബറാഖേലിന്റെ പുത്രൻ ഏലൂഹു കോപിഷ്ഠനായി. പ്രൈസ് ദി ലോർഡ്. ജോബിന്റെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരികയാണ്. ആരാണ്? ഏലൂഹു എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നു എന്നങ്ങ് ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കാൻ, പേര് കിട്ടുന്നില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെതിരെ ജോബ് കോപിച്ചതിനെ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ ന്യായീകരിച്ചതിനെ ഓർത്ത് ഏലീഹു വന്നിട്ട് ജോബിനെ കുറ്റപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ടും ജോബ് ഇങ്ങനെ ഇരിക്കുകയാണ്. ജോബ് പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നന്നായിട്ട് ജീവിച്ചു. ദൈവം എന്തിന് എൻ്റെ ജീവിതത്തിലേക്ക് ഈ ദുരിതങ്ങൾ അയച്ചു? എൻ്റെ മക്കളെ എന്തിനു ദൈവം എടുത്തുകൊണ്ടുപോയി? എൻ്റെ കന്നുകാലികളെ ദൈവം എന്തിനു എടുത്തുകൊണ്ടുപോയി? എൻ്റെ ശരീരം എത്ര സുന്ദരമായ ശരീരമായിരുന്നു. എന്തിനു ദൈവം എൻ്റെ ശരീരത്തിൽ ഈ വേദനകളും ഈ രോഗങ്ങളും ഈ തകർച്ചകളും എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം പെയ്തിറക്കി? ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ഉതിർത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിൽ ദൈവം ജോബിന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 38-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ
ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പ്രൈസലാം. Praise the Lord. ഇങ്ങനെ കുറേ ചോദ്യങ്ങളും കുറേ സംശയങ്ങളുമായിട്ട് ജോബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് അവിടെ ഉണ്ടാവുകയാണ്. ജോബ് കുറേ നേരം ഇങ്ങനെ ഭയപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇനി അടുത്ത പേമാരിയും കൂടെ പെയ്തു വരാൻ പോവുകയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചുഴലിക്കാറ്റിൽ ആര് പ്രത്യക്ഷപ്പെട്ടു? ഉറക്കപ്പറ. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കുറേ ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah. ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതാണ്. കുറേ ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിക്കുകയാണ്. നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ജോബേ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ അതിന്റെ ഉത്തരം എനിക്ക് തരാൻ പറഞ്ഞു. Praise the Lord. നിനക്കറിയാമെങ്കിൽ പറയുക. ദൈവം പറയുക, നിനക്കറിയാമെങ്കിൽ നീ ഇപ്പൊ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. നിനക്ക് അതിന്റെ ഉത്തരം അറിയാമെങ്കിൽ നീ അതിനോട് പറയണം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ട നാളുകളിൽ നീ എവിടെയായിരുന്നു? നിനക്കറിയാമോ അത്? അതിന്റെ ഉത്തരം ജോബ് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകണം, എനിക്ക് അറിഞ്ഞുകൂടാ. 5-ാമത്തെ തിരുവചനം. അതിന്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവ് നൂൽ പിടിച്ചതാര്? അതിന്റെ അളവുകോൽ നിശ്ചയിച്ചത് ആരാണ്? ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ആരാണ്? അതിന്റെ അളവുകോൽ നിശ്ചയിച്ചത് ആരാണ്? അറിയാമെങ്കിൽ നീ പറയാൻ പറഞ്ഞു. ജോബ് തലകുണിക്ക്. എനിക്ക് നമുക്കൊന്ന് ഭാവനെ കാണാം. ജോബ് തലകുണിക്ക് കാണും. എന്തായിരിക്കും ജോബ് പറഞ്ഞു കാണും? എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ചോദ്യം വീണ്ടും ദൈവം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. 38-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം വായിക്കാം. ജീവിതം തുടങ്ങിയതിന് ശേഷം, നിന്റെ ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിന്റെ ജീവിതം തുടങ്ങിയതിനു ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും, പ്രഭാതമേ ഇന്ന് നീ പൊട്ടിവിടണമെന്ന് നീ കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, എനിക്ക് എൻ്റെ ഉത്തരം വേണം. ദൈവം ജോബിനോട് പറയുകയാണ്. ജോബ് പറഞ്ഞു, ഇല്ല, ഒരിക്കൽ പോലും സൂര്യോദയം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അതിൻ്റെ ഉറവിടം എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് ദൈവം കടക്കുക. 19-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏത്? പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏതാ ജോബേ? നിനക്കറിയാമോ? അറിയാമെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാ. നീ ഇപ്പോൾ കുറെ കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞല്ലോ. നിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായെന്നും നിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടെന്നും നിനക്കതുണ്ടായെന്നും ഇതുണ്ടായെന്നും മക്കൾ നഷ്ടപ്പെട്ടെന്നും ഒക്കെ നീ പറഞ്ഞല്ലോ. എന്റെ ചോദ്യത്തിന് നീ ഒരു ഉത്തരം എന്താ? പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏതാണ്? നിനക്കറിയാമോ? അറിയാമെങ്കിൽ എനിക്ക് നീ പറഞ്ഞതാ. ജോബ് പറഞ്ഞു കാണും, കർത്താവേ എനിക്ക് അറിഞ്ഞുകൂടെ. ഇപ്പം ജോബിൻ്റെ സ്വരത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ടാകും. അല്പാൽപമായിട്ട് കുറേശ്ശെ താഴ്ന്നിട്ടുണ്ടാകും. അതിൻ്റെ ബാക്കി വായിക്കാം. അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ? പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി നിനക്കറിയാമോ? ഇനി അറിയത്തില്ലെങ്കിൽ പ്രകാശം അങ്ങ് മാറ്റിവെക്കുകയാണ് ദൈവം. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെയാ? എവിടെ നിന്നാണ് അന്ധകാരം വരുന്നത്? അതിന്റെ പാർപ്പിടം എവിടെയാണ്? അറിയാമെങ്കിൽ നീ എനിക്കൊന്ന് പറഞ്ഞതാ. ജോബ് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. 23-ാമത്തെ വചനത്തിലേക്ക് ദൈവം കയറുക. അടുത്ത വചനം. അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയും ദീർഘമാണല്ലോ. പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? ദൈവം ചോദിക്കുകയാണ്, ഞാൻ കരുതി വച്ചിരിക്കുന്ന പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകൾക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം വീണ്ടും ചോദിക്കുകയാണ്, കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അതിന്റെ ഉത്തരം എനിക്ക് താ. പ്രൈസ് ദി ലോർഡ്.
പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും കാലഘട്ടത്തിലേക്ക് വേണ്ടി ഞാൻ സംഭരിച്ചു വച്ചിരിക്കുന്ന ഹിമത്തിന്റെ പണ്ടാരക്കെട്ട് നീ കണ്ടിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നീ എനിക്ക് പറഞ്ഞതാ. ജോബ് പറഞ്ഞു, ദൈവമേ അറിഞ്ഞുകൂടാ. അങ്ങ് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എനിക്കറിഞ്ഞുകൂടാ. 25-ാമത്തെ വചനത്തിലേക്ക് കയറാം. വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച്, വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച്, ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച്, ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച്, അവിടെ പുല്ല് മുളപ്പിക്കുന്നതിന്, അവിടെ പുല്ല് മുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും, മഴയുടെ ചാലുകൾ കീറിയതും, ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആര്? ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആരാണ്? ഓ, ദൈവത്തിന്റെ ചോദ്യങ്ങൾ അങ്ങ് കയറുക. പ്രൈസലോ. വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച്, ഉണങ്ങി വരേണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച്, അവിടെ പുല്ല് മുളപ്പിച്ച്, മഴയുടെ ചാലുകൾ കീറിവിട്ടതും, ഇടിമിന്നലിന് വേണ്ടി പാതി ഒരുക്കിയതും ആരാണ്? ജോബേ, നിനക്കറിയാമെങ്കിൽ നീ എന്നോട് പറയുക. ഇക്കുറി ജോബ് കുറേയും കൂടി മൗനമായി. ഇത്ര നേരം അറിയില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജോബ് ഇപ്പം മെല്ലെ ഒന്ന് തല ഒന്നാട്ടിക്കാണും. അറിയില്ല എന്ന അവസ്ഥയിൽ. പ്രൈസലോ, പ്രൈസലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 34-ാമത്തെ വചനത്തിലേക്ക് കയറാം. നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഒരു കാര്യം ചെയ്യുക, നീ ഒരുപാട് കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട. നീ വെള്ളത്തിൽ നനയുന്നത് വരെ മേഘങ്ങളോട് മഴ പെയ്യാൻ വേണ്ടി പറയാൻ നിനക്ക് പറ്റുമോ? നിനക്കൊരു മഴ പെയ്യിക്കാൻ പറ്റുമോ? ആരാണ് ഈ മഴ അയച്ചതെന്ന് നിനക്കറിയാമോ? നിന്റെ ശരീരം കുതിരുവോളം മഴ പെയ്യിക്കാൻ വേണ്ടി നിനക്ക് കൽപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? ജോബിന്റെ തല ആട്ടലും മെല്ലെ നിന്ന് കാണും. പ്രൈസലോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് നാടൻ സംഭവത്തിലേക്ക് ദൈവം കയറുകയാണ്. 36-ാമത്തെ വചനം. ഇബീസിന് ജ്ഞാനവും, ഈബീസിന് ജ്ഞാനവും, പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാ? ജോബേ, പൂവൻ കോഴിക്ക് കൂകുവാൻ മുൻകൂട്ടി കാണാനുള്ള കഴിവ് കൊടുത്തത് ആരാ? അറിയാമെങ്കിൽ നീ പറ. ജോബ് ഒരു ദീർഘശ്വാസം വിട്ടിട്ടുണ്ടാകും. പ്രൈസലോ, പ്രൈസലോ. 39-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിലേക്ക് കയറുകയാണ്. ദൈവം നിർത്തുന്നില്ല, ചോദിക്കുകയാണ്. ജോബ് എന്തുമാത്രം ന്യായീകരിക്കാൻ ശ്രമിച്ചോ അത്രമാത്രം ദൈവം ജോബിന്റെ നേരെയും തിരിഞ്ഞു നിൽക്കുകയാണ്. 39-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? പ്രൈസലോ. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? നിനക്കൊരുപാട് ആടുമാടുകൾ കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നതല്ലേ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അടുത്ത വചനം. അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു. എപ്പോഴാണ് മാൻപേടകളുടെ ഈറ്റുനോവ് നിനക്കറിയാമോ? എപ്പോഴാണ് അത് കുനിഞ്ഞു നിന്ന് കുഞ്ഞിനെ പ്രസവിക്കുകയും അതിൻ്റെ ഈറ്റുനോവ് നിൽക്കുകയും ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അറിയാമെങ്കിൽ നീ എനിക്ക് അതിന്റെ ഉത്തരം എന്താ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. എന്നിട്ട് ദൈവത്തിന്റെ ഒരു ഗർജന സ്വരം അവിടെ ഉണ്ടാവുകയാണ്. 40-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം. ചോദ്യം തീരുന്നില്ല, എൻ്റെ സമയം തീരുന്നതിനോട് ചോദ്യം ഞാൻ അവിടെ നിർത്തുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 40-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ. നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുമോ? എന്നിട്ട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജോബേ, എന്റെ ഈ പ്രവൃത്തി അനീതിപരമാണെന്ന് നീ പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ? നിന്നെ തന്നെ നീതീകരിക്കുവാൻ വേണ്ടി നീ എന്നെ കുറ്റക്കാരനാക്കുകയാണോ ജോബേ ചെയ്യുന്നത്? നീ ദൈവത്തെ പോലെ ശക്തനാണോ? നീ എന്താ വിചാരിച്ചത്? നിന്നെ പോലെ ഒരു മനുഷ്യനാണ് ഞാനെന്ന് നീ കരുതിയോ?
നീ ദൈവത്തെ പോലെ ശക്തനാണോ ജോബേ? അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ? അവിടുത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ ജോബേ? ദൈവം ജോബിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പോലെ ശക്തനാണെന്ന് നീ നിന്നെ തന്നെ കരുതിയോ? ദൈവത്തെ പോലെ ഗർജനം മുഴക്കാൻ നീ ആരാണ് ജോബേ? ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. പിന്നീട് നമ്മൾ അവിടെ കാണുകയാണ് 40-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു. ഇത്രയും നേരം കേട്ടിരുന്നതിന് ശേഷം ആദ്യമേ വളരെ സ്വരമുയർത്തി ജോബ് പറഞ്ഞു കാണും, അറിയത്തില്ല. 2-ാം പ്രാവശ്യം 3-ാം പ്രാവശ്യം കുറച്ചും കൂടെ കാർക്കിഷത്തോടെ പറഞ്ഞു കാണും, പലതിനും അറിയത്തില്ല. പിന്നീട് ദൈവം ചോദ്യം ചോദിച്ചപ്പോൾ ജോബിന്റെ മനസ്സ് മെല്ലെ ഇടിഞ്ഞിടിഞ്ഞു വന്നു. ജോബ് മെല്ലെ തലകുണിക്കി കാണും, അറിയത്തില്ല എന്നുള്ള രീതിയിൽ. പിന്നീട് ജോബിന്റെ ശബ്ദം നിന്ന് പോകുകയാണ്. ജോബ് മൂകനാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അവസാനം ജോബ് ഒരു വലിയ മൂകതയിലേക്ക് പ്രവേശിക്കുകയാണ്. കുറേ നേരം ദൈവം ചോദിച്ചു കഴിഞ്ഞു. ജോബിന് തിരിച്ചൊന്നും പറയാനുണ്ടായില്ല. അപ്പോൾ അവസാനം ജോബ് ദൈവം നിർത്തിക്കഴിഞ്ഞപ്പോൾ ജോബ് ഒരു കാര്യം പറയുക. അതാണ് 40-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനങ്ങൾ. ആ വചനം നമുക്കൊന്ന് കേൾക്കാം. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്. ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബ് കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ, ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ ഇതാ ഞാൻ പിൻവലിക്കുന്നു. ജോബ് പറയുക, ഞാൻ നിസ്സാരനാണ്. ഞാൻ എന്തുത്തരം പറയാനാ? കാട്ടാടുകളുടെ പ്രസവകാലം എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടിൻ്റെ ഉറവിടം എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രകാശത്തിൻ്റെ ഭവനം ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭൂമിക്ക് അടിസ്ഥാനമിട്ട അവിടുന്ന് എപ്പോഴാണ് അടിസ്ഥാനം വിട്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരിക്കൽ പോലും ഞാൻ പ്രഭാതത്തിന് കൽപ്പന കൊടുത്തിട്ടില്ല. പ്രഭാതമേ ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഞാൻ കൽപ്പന കൊടുത്തിട്ടില്ല. ഒരിക്കൽ പോലും സൂര്യോദയത്തിന് ഞാനൊരു സ്ഥാനം നിർണയിച്ചു കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഒരു തുടർക്കഥ പോലെ ഇങ്ങനെ വന്നുപോയിക്കൊണ്ടിരുന്നതാണ്. ജോബ് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്. ഞാൻ എന്തുത്തരം പറയാനാ? ഞാൻ വാ പൊത്തുകയാണ്. ഹല്ലേലൂയ. അടുത്ത വചനം, 5-ാമത്തെ വചനം. ഒരിക്കൽ ഞാൻ സംസാരിച്ചു. ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. ഒരിക്കലും ഉത്തരം പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ ദൈവമേ നിന്നോട് സംസാരിച്ചു. എൻ്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞപ്പോൾ, എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ, അങ്ങ് നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചപ്പോഴും ജോബ് പറയുക, ദൈവമേ, ഒരിക്കൽ ഞാൻ അങ്ങയോട് സംസാരിച്ചു. ഞാൻ നീതിമാനായിരുന്നല്ലോ. അതേ ആംഗിളിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയോട് സംസാരിച്ചു. ഇനി ഞാൻ ഒരിക്കലും ഉത്തരം പറയുകയില്ല. ഹല്ലേലൂയ. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു. ബൈബിൾ തുടരുകയാണ്. ഇനി ഞാൻ മിണ്ടുകയില്ല. ഇനി ഞാൻ മിണ്ടുകയില്ല. പറഞ്ഞേ, ഇനി ഞാൻ മിണ്ടുകയില്ല. ഹല്ലേലൂയ. ജോബ് ഒരു വലിയ നിശബ്ദതയിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കണം ആ നിശബ്ദത? ജോബ് ഒരു വലിയ മൂകതയിലേക്ക് പ്രവേശിച്ചു. ജോബ് ഒരു വലിയ നിശബ്ദതയിലേക്ക് പ്രവേശിച്ചു. ജോബ് പറഞ്ഞു, ഇനി ഞാൻ വാ പൊളിക്കില്ല. എന്താണത്? അത് ജോബിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. ജോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ വ്രണം മാറുമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കളെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശൂന്യമായ എൻ്റെ അപ്പക്കൊട്ട നിറയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഹിതം നിറവേറട്ടെ. എൻ്റെ മുന്തിരികൾ ഫലം തരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 42-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം. തേമാന്യനായ എലീഫാസും ഷുഹാനായ ബിൽദാദും നമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു.
യേശുവേ നന്ദി. യേശുവേ സ്ഥലം നന്ദി. കരുതി പറഞ്ഞ യേശുവേ നന്ദി. യേശുവേ നന്ദി. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇല്ലേ? 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 3 വർഷക്കാലം ആ സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ വിസിറ്റിംഗ് വിസയിൽ ഇല്ലാത്ത കാശുണ്ടാക്കി ലോണും എടുത്ത് പോയിട്ട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ദൈവമേ അങ്ങ് എവിടെയാ? എൻ്റെ കുഞ്ഞ് ക്യാൻസർ ബാധിച്ച് ഇളം പ്രായത്തിൽ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുമ്പോൾ ദൈവമേ അങ്ങ് എവിടെയാ? എൻ്റെ കുടുംബത്തിൽ ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ ദൈവമേ അങ്ങ് എവിടെയാ? 10 വർഷമായി ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, ഈ സ്ഥലം വിൽപ്പനയ്ക്ക്, ഫോൺ നമ്പരും വെച്ചിട്ടുണ്ട്. ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. ദൈവമേ അങ്ങ് എവിടെയാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പാപികളായതുകൊണ്ടല്ല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. അങ്ങനെ ബൈബിൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു വശത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നില്ല. ജോബ് നീതിമാനായിരുന്നു. ഹല്ലേലൂയ. പറയേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ഒരു കാര്യം ജോബിന്റെ ജീവിതം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകളെക്കാൾ ഉന്നതമാണ്. ഹല്ലേലൂയ. ഒരു കൃത്യമായ ഉത്തരമൊന്നും ജോബിന് അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം ജോബിന് മനസ്സിലായി, താൻ ദൈവത്തെ പോലെ അല്ല. താൻ ദൈവത്തെ പോലെ അല്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അത്തിന് തന്റെ പുത്രൻ അവൻ വിളിക്കപ്പെടും, അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, എനിക്ക് പുരുഷനെ അറിഞ്ഞുകൂടാ, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്തിന് തന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആവുകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടും. മറിയത്തിനൊന്നും മനസ്സിലായില്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവേ നിന്റെ ദാസി. മറിയം പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മറിയം നിശബ്ദതയിലേക്ക് പ്രവേശിച്ചു. മറിയം വായടച്ചു. ഇതാ കർത്താവേ നിന്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ജോബ് വായടച്ചു. ജോബ് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നൊരു വലിയ ചോദ്യം ഇതാ. ദൈവമേ, എൻ്റെ ദുരിതങ്ങളുടെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ അങ്ങ് എവിടെയാ? കുഴപ്പമില്ല ചോദ്യം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ ചോദ്യത്തിനും കൂടി നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഇന്നിവിടെ വെച്ച് ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗാഗുലത്തായുടെ വിരിമാറിൽ ഒരു മരക്കുറ്റി, ആകാശത്തിനും ഭൂമിക്കും മധ്യേ പാപം എന്തെന്നറിയാത്തവൻ ദൈവപുത്രൻ ഒരു മരക്കുറ്റിയിൽ നട്ടുച്ച വെയിലത്ത് സൂര്യപ്രകാശത്തിൽ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഒരു മരക്കുറ്റിയിൽ ഗാഗുലത്തായുടെ നിറകന്തലയിൽ നട്ടുച്ച വെയിലത്ത് അവൻ ചുട്ടെടുക്കപ്പെടുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നുവോ? ദൈവമേ, എന്തുകൊണ്ട് അവിടുന്ന് തന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുവാൻ തക്ക വിധത്തിൽ യേശുവിന്റെ മാനസികാവസ്ഥ താഴ്ന്നപ്പോൾ, എന്തുകൊണ്ട് അവിടുന്ന് തന്നെ ഉപേക്ഷിച്ചു എന്ന് വരെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടുന്ന് ഉയർത്തപ്പെട്ടപ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നുവോ അവിടെയുണ്ട് നിന്റെ കടബാധ്യത പെരുകിക്കൊണ്ടിരിക്കുന്ന നാളിൽ നിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവ് ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദൈവം, നിന്റെ കുഞ്ഞിന് രോഗം കടന്നു വന്നപ്പോൾ നിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നട്ടുച്ച വെയിലത്ത് സൂര്യപ്രകാശത്തിൽ പാപം എന്തെന്നറിയാത്തവൻ ഒരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ അകവും പുറവും ചുട്ടെടുക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെയുണ്ട് നിന്റെ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്റെ ദൈവവും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദൈവം മറഞ്ഞിരിക്കുന്നവനല്ല, നിന്റെ ദൈവം ഒളിച്ചിരിക്കുന്നവനല്ല, നിന്റെ ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, യേശു അങ്ങനെ പ്രാർത്ഥിച്ചു, ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീക്കി തരണമേ. പാനപാത്രം നീക്കുന്നത് കാണുന്നില്ല. പിതാവിന് വേണമെങ്കിൽ ആ പാനപാത്രം അങ്ങ് നീക്കി കൊടുക്കത്തില്ലായിരുന്നു, ഇല്ലേ? പാനപാത്രം നീക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ബൈബിൾ ഒരു സത്യം പഠിപ്പിക്കുന്നു, അവൻ ഒരു ദൂതനെ അയച്ചു, അവനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്റെ പാനപാത്രം അവൻ എടുത്തു മാറ്റി തന്നിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഒരു ദൂതനെ അയച്ച് നിന്നെ ശക്തിപ്പെടുത്തും. വിശ്വസിക്കുന്നുവോ? പറ, വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? 3 കുട്ടികളെയും കൊണ്ട്, പ്രായപൂർത്തിയായി 3 പെൺമക്കളെയും കൊണ്ട് നീ നട്ടം തിരിയുമ്പോൾ നിന്റെ പാനപാത്രം അവൻ മാറ്റിത്തരണമോ അതറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കാം നമുക്ക്. പക്ഷേ ഒരു ദൂതനെ അയച്ച് നിന്നെ ശക്തിപ്പെടുത്തും എന്നുള്ളത് സത്യമാണ്, ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ദൈവമേ സ്തുതി. ഒന്ന് മാത്രമേ ദൈവം നമ്മളോട് പറയുന്നുള്ളൂ. എന്താണ്? നീ നിശബ്ദനാകണം. നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. പ്രിയമുള്ളവരെ, കോടാനുകോടി മനുഷ്യരുള്ള ഒരു ഗ്രഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആണോ? ആണോ? കോടാനുകോടി മനുഷ്യരുള്ള ഒരു ഗ്രഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കോടാനുകോടി മനുഷ്യരുള്ള ഈ ഗ്രഹത്തിൽ എൻ്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു മുടി പോലും എൻ്റെ ദൈവം കാണുന്നു എന്നുള്ളത് എത്രയോ ആശ്വാസപ്രദമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ മുടി ചെയ്യുകയപ്പോൾ എൻ്റെ തലയിൽ നിന്ന് എത്ര മുടി കൊഴിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ആഴ്ചയിൽ എൻ്റെ തലയിൽ നിന്ന് എത്ര മുടി കൊഴിഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കോടാനുകോടി മനുഷ്യരുള്ള ഈ ഗ്രഹത്തിൽ എൻ്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു മുടി പോലും എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ നടന്നതും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതും എൻ്റെ സ്ഥാപനത്തിൽ സംഭവിച്ചതും എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ചെയ്തത് തിന്മയായിരിക്കാം, എൻ്റെ കുടുംബാംഗങ്ങൾ ചെയ്തത് തിന്മയായിരുന്നിരിക്കാം. അതായിരിക്കും നമ്മളെ ഭാരപ്പെടുത്തുന്നത്. തിന്മയിൽ നിന്നും അവൻ നന്മയുളവാക്കും, തിന്മയിൽ നിന്ന് പോലും അവൻ നന്മയുളവാക്കും. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പറയട്ടെ ഹല്ലേലൂയ. 2 കരങ്ങളും നാഥൻ്റെ പക്കലേക്ക് ഉയർത്താം. ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഓരോ പ്രശ്നങ്ങളും എടുത്തു വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട്? ജോബും കുറേ ചോദിച്ചു. നീതിമാനായ ജോബ് ചോദിച്ചു, നീതിമാനായിരുന്ന സക്രിയ ചോദിച്ചു. അവിശ്വസിക്കരുത്. നമ്മളോട് പറഞ്ഞത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ദൈവം ഇടപെടുമെന്ന്. കരങ്ങൾ ഉയർത്തി, ദൈവമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. തളിരിടുന്നത് മഴക്കാലത്തല്ല, തളിരിടുന്നത് വേനൽക്കാലത്താണ്. തിരിച്ചറിയണം. തളിരിടുന്നത് മഴക്കാലത്തല്ല, തളിരിടുന്നത് വേനൽക്കാലത്താണ്. നിന്റെ ജീവിതത്തിനൊരു തളിർപ്പുണ്ട്, അത് മഴക്കാലത്തല്ല, അത് വേനൽക്കാലത്താണ്. വേനലിൻ്റെ ആരംഭമാണ്, വേനലിൻ്റെ ആരംഭമാണ്. ഇലകൊഴിയുന്ന കാലഘട്ടങ്ങൾ, ഇലകൊഴിയുന്ന കാലഘട്ടങ്ങൾ, എല്ലാം നഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങൾ, നഗ്നമാക്കപ്പെടുന്ന കാലഘട്ടങ്ങൾ ഇലകൊഴിയലിൻ്റെ കാലഘട്ടമാണ്. ഇലകൊഴിയലിന് ശേഷം ഒരു തളിർപ്പിൻ്റെ കാലഘട്ടമുണ്ട്. ദൈവമേ, എൻ്റെ ജീവിതത്തെ, ജോബിൻ്റെ ജീവിതം നമ്മൾ കണ്ടു. പിന്നീട് ജോബ് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ജീവിതം തളിർക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ
പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. സൂര്യൻ ഉദിക്കാൻ കൽപ്പിച്ചത് നീയാണോ? ആടിയിലെ ജലത്തെ മുഴുവൻ കൈക്കൊമ്പിളിൽ ഒതുക്കിയത് നീയാണോ? സ്വരമുയർത്തി വിളിക്കട്ടെ, യേശുവേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇടത്തോട്ട് വലത്തോട്ട് കൈയടിച്ച് വലിയ ഉണർവോടെ ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്, ഞാൻ വാപൊത്തുകയാണ്, ഞാൻ ഒരിക്കൽ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. 40-ാമത്തെ 2-ാം തിരുവചനം, ജോബ് പ്രാർത്ഥിച്ചു, ജോബ് പ്രാർത്ഥിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ.